BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. RP ഗ്രൂപ്പ് ഉടമയും പ്രവാസി വ്യവസായികളിൽ ശ്രദ്ധേയനുമായ ഡോക്ടർ രവി പിള്ളയ്ക്ക് ബഹ്റൈൻ ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി മെഡൽ. രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസാൽ ഖലീഫ അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും അദ്ദേഹം നൽകിയ നിർണായക സംഭാവനകൾ മുൻനിർത്തിയാണ് ആദരവ്. രാജാവിൽ നിന്ന് ഈ ബഹുമതി ലഭിച്ച ഏക വിദേശ വ്യവസായിയും ഡോക്ടർ രവി പിള്ളയാണ്. റിഫൈനറി മേഖലയിലെ പ്രവർത്തനങ്ങൾ, പ്രാദേശിക കമ്മ്യൂണിറ്റി വികസനം അടക്കം ബഹ്റൈന്റെ സമഗ്ര മേഖലയിലും നിർണായകമായ ഇടപെടലുകൾ നടത്തി ആഗോളതലത്തിലുള്ള രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഹമദ് രാജാവിന്റെ അംഗീകാരമാണ് ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി മെഡൽ. ഡോക്ടർ രവി പിള്ളയുടെ അസാധാരണ സേവനത്തെയും രാജ്യത്തിന് നൽകിയ സംഭാവനകളെയും അഭിനന്ദിക്കുന്നുവെന്നും ഹമദ് രാജാവ് രാജകീയ വിളംബരത്തിൽ പറഞ്ഞു. രാജ്യത്തിന്റെ അഗാധമായ കൃതജ്ഞതയുടെ അടയാളമായി ഈ വിശിഷ്ടമായ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നതിൽ അതീവ സംതൃപ്തിയുണ്ടെന്നും ഹമദ് രാജാവ് വ്യക്തമാക്കി. ഹമദ് രാജാവിൽ നിന്ന് ഈ മഹത്തായ അംഗീകാരം ലഭിച്ചതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ടെന്നും ഡോക്ടർ രവി പിള്ള പറഞ്ഞു. ഈ അംഗീകാരം ബഹ്റൈനും അവിടുത്തെ ജനങ്ങൾക്കുമായി സമർപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 53ാമത് ബഹ്റൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് വോയിസ് ഓഫ് ബഹ്റൈൻ ബുദയ്യയിലുള്ള 2 ക്യാമ്പുകളിൽ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന 113ഓളം വരുന്ന തൊഴിലാളികൾക്ക് ആഹാരം നൽകി. പ്രസിഡന്റ് ഷിജിൻ അറുമാടിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി ഷർമിൽ, ചാരിറ്റി കൺവീനർ പ്രവീൺ കുമാർ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ റക്കിൽ, സനോജ്, മോഹൻദാസ്, ജിതിൻ, സജീഷ്, ട്രഷറർ റെജീന ഷിജിൻ, ലേഡീസ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ റജുദാസ്, ജോവാൻ മരിയ, ഷാമില എന്നിവർ എല്ലാ വോയിസ് ഓഫ് മെമ്പേഴ്സിനോടും ഭാരവാഹികളോടും നന്ദി അറിയിച്ചു. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷനും സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഡിസംബർ 13-ാം തീയതി സൽമാബാദ് ലേബർ ക്യാമ്പിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. 150ഓളം ആളുകൾ പങ്കെടുത്ത ക്യാമ്പിൽ ബ്ലഡ് പ്രഷർ, ഷുഗർ, ടോട്ടൽ കൊളസ്ട്രോൾ, ബോഡി മാസ് ഇൻഡെക്സ്, ക്രിയാറ്റിൻ, SGPT തുടങ്ങിയ ടെസ്റ്റുകളും റിസൾട്ട് ലഭിച്ചതിനു ശേഷം എല്ലാവർക്കും സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനും ഉൾപ്പെടുത്തിയിരുന്നു. അസോസിയേഷൻ മെഡിക്കൽ കോർഡിനേറ്റർ റോബിൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ക്യാമ്പിന് PAP എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ നേതൃത്വം നൽകി. ബഹ്റൈൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി SNCS സതാരി പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി അടക്കം സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ചേർന്ന് ബഹ്റൈൻ ദേശീയ ഗാനത്തിന് ശേഷം ദേശീയ പതാകയുടെ നിറത്തിലുള്ള ബലൂൺ പറത്തിയ ദൃശ്യവിസ്മയം കാണികൾക്ക് വേറിട്ട അനുഭവമായി മാറി. KMCC മനാമ സെൻട്രൽ മാർക്കറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം KMCC ഹാളിൽ മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ നിർവഹിച്ചു. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ മുഖ്യ പ്രഭാഷണവും KMCC സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ആമുഖ പ്രഭാഷണവും നടത്തി. പ്രസിഡന്റ് സലാം മമ്പാട്ടുമൂല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുസലാം AP സ്വാഗതം പറഞ്ഞു. KMCC സംസ്ഥാന സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ആശംസ നേർന്ന് സംസാരിച്ചു. അൻവർ നിലമ്പൂർ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു. N ഷംസുദ്ദീൻ MLAക്ക് ജസീർ KCA MSS മെമണ്ടോയും, അനീസ് ബാബു കാളിക്കാവ് പൊന്നാടയും, സന്ദീപ് വാര്യർക്ക് സലാം മമ്പാട്ടുമൂല മെമണ്ടോയും, VH അബ്ദുള്ള പൊന്നാടയും അണിയിച്ചു. KMCC സംസ്ഥാന ജില്ലാ ഏരിയ ഭാരവാഹികളും OICC IYCC ഭാരവാഹികളും ബഹ്റൈനിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സന്നിഹിതരായി. പ്രവാസി ബൈത്തുറുമ്മ പദ്ധതി പ്രകാരം സെൻട്രൽ മാർക്കറ്റിലെ ഒരു തൊഴിലാളിക്ക് ഭവന സഹായവും പ്രഖ്യാപിച്ചു. MMS ഇബ്രാഹിമിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന മൊയ്തീൻ പേരാമ്പ്രയ്ക്ക് യാത്രയപ്പ് നൽകി. സെൻട്രൽ മാർക്കറ്റ് കമ്മിറ്റി ഭാരവാഹികളായ മുഹമ്മദ് അലി ഹൈവേ, നജീബ് MS, സലീം വടക്കണ്ടി, സിറാജ് മണിയൂർ, അസീസ് കാഞ്ഞങ്ങാട്, റഹീസ് അലവിൽ, അഷ്റഫ് SK, സുബൈർ കൊടുവള്ളി, യസീദ് ബുസ്താനി, ബഷീർ VP, കരീം കെട്ടിനകത്ത്, മുഹമ്മദ് കുഞ്ഞി, മുസ്തഫ ബുസ്താനി എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി. ഒപ്പന, അറബിക് ഡാൻസ്, നാടോടി നൃത്തം, അപ്പളപ്പാട്ട് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. ട്രഷറർ അസീസ് പേരാമ്പ്ര നന്ദി രേഖപ്പെടുത്തി. OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ബഹ്റൈന്റെ 53ാമത് ദേശീയ ദിനം ആഘോഷിച്ചു. പ്രവാസി സമൂഹത്തിനോട് ബഹ്റൈൻ ഭരണാധികാരികൾ കാട്ടുന്ന സ്നേഹത്തിനും കരുതലിനും യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ നന്ദി രേഖപ്പെടുത്തി. OICC ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിന്റെ അധ്യക്ഷത വഹിച്ച യോഗം OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം മിനു കുന്നന്താനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന് ഷിബു ബഷീർ സ്വാഗതവും അനീഷ് ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. യോഗത്തിൽ OICC ദേശീയ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ സയ്യിദ് MS, ജീസൻ ജോർജ്, ദേശീയ കമ്മിറ്റി കോർഡിനേറ്റർ ജോൺസൺ കല്ലുവിളയിൽ, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വർഷമായി നടന്നുവരുന്ന ബഹ്റൈൻ പ്രതിഭയുടെ 40ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം
കേരളീയ സമാജത്തിൽ നടന്നു. പ്രതിഭാ സ്ഥാപക അംഗങ്ങളിൽ ഒരാളും മുൻ പ്രസിഡന്റുമായ പി.ടി. തോമസ് രചിച്ച് ചിട്ടപ്പെടുത്തിയ സ്വരലയത്തിലെ 40 ഗായകന്മാർ ആലപിച്ച അവതരണ ഗാനത്തോടെയാണ് സമാപന പരിപാടികൾ ആരംഭിച്ചത്. അശ്വമേധം ഫെയിം GS പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മനാമയിൽ നിന്നുള്ള ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി മുഖ്യ അതിഥിയായിരുന്നു. ബഹ്റൈൻ പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറോഴ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ബിനു മണ്ണിൽ അധ്യക്ഷനായിരുന്നു. 40ാം വാർഷിക ആഘോഷങ്ങളുടെ സംഘാടക സമിതി ചെയർമാനും ലോക കേരള സഭാംഗവുമായ പി. ശ്രീജിത്ത്, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റും ലോക കേരള സഭാംഗവുമായ PV രാധാകൃഷ്ണപിള്ള, പ്രതിഭാ സ്ഥാപക നേതാക്കളിൽ ഒരാളും ലോക കേരള സഭയിൽ അംഗവുമായ CV നാരായണൻ, 40ാം വാർഷിക സംഘാടക സമിതി ജനറൽ കൺവീനറും ലോക കേരള സഭാംഗവുമായ സുബൈർ കണ്ണൂർ, പ്രതിഭ രക്ഷാധികാരി സമിതി അംഗം MV അശോകൻ, പ്രതിഭ ജോയിന്റ് സെക്രട്ടറി സജീഷ പ്രജിത്ത്, വനിതാവേദി സെക്രട്ടറി റിഗ പ്രദീപ്, സാമ്പത്തിക വിഭാഗം കൺവീനർ NK വീരമണി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റാം നന്ദി പ്രകാശിപ്പിച്ചു. 3.5 മണിക്കൂർ നീണ്ടുനിന്ന വിജ്ഞാന യുദ്ധത്തിൽ 1,10,111 രൂപയും പ്രത്യേകം തയ്യാർ ചെയ്ത ഫലകവും നേടി ഷീജ ബോബി പ്രതിഭ മലയാളി ജീനിയസ് പട്ടത്തിനർഹയായി. 300-ൽ പരം മത്സരാർത്ഥികളിൽ നിന്ന് അവസാന റൗണ്ടിൽ ഇടം നേടിയ അനീഷ് മാത്യു, ഷാജി KC, ജോസി തോമസ്, സലീം തയ്യൽ, സോണി KR എന്നിവർ 11,111 രൂപയും ഫലകവും കരസ്ഥമാക്കി. തുടർന്ന് പ്രതിഭ ബാലവേദി അംഗങ്ങൾ അവതരിപ്പിച്ച നൃത്തം, പൂമാതേ പൊന്നമ്മ, കലാമണ്ഡലം ജിദ്യ ജയൻ പരിശീലിപ്പിച്ച നൃത്തം, പഞ്ചതളം ശ്രീനേഷ് ശ്രീനിവാസൻ ശിശുൻ അവതരിപ്പിച്ച നൃത്തം തുടങ്ങിയവയും അരങ്ങേറി. പത്തേമാരിയുടെ സൗജന്യ ദന്തൽ ക്യാമ്പ് ഡിസംബർ 20 സംഘടിപ്പിക്കും. ഡിസംബർ 20 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ബുദയ്യ കിങ്സ് ഡെന്റൽ സെന്ററുമായി സഹകരിച്ചാണ് സൗജന്യ ദന്തൽ ക്യാമ്പ് ഒരുക്കുക. പ്രവാസി സഹോദരങ്ങൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും പത്തേമാരി എക്സിക്യൂട്ടീവ് അറിയിച്ചു. ദന്തൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സുജേഷ് എണ്ണക്കാട് 36249689 എന്ന നമ്പറിലോ അജ്മൽ കായംകുളം 35490718 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശാഖകളുടെ കരാട്ട് കുറീസ് എന്ന സ്ഥാപനം നിക്ഷേപകരെ വഞ്ചിച്ച് മുങ്ങിയെന്ന് ആരോപിച്ചെത്തിയ നിക്ഷേപകനെ നിലമ്പൂർ സ്റ്റേഷനിലെ പോലീസുകാർ മർദ്ദിച്ചെന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ഉത്തരവിട്ടു. ജില്ലാ പോലീസ് മേധാവിക്കാണ് അന്വേഷണ ചുമതല. 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. തിരൂർ പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസിൽ ജനുവരി 17 നടക്കുന്ന സിറ്റിംഗ് കേസ് പരിഗണിക്കും. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ അന്വേഷിച്ചു ചെന്നപ്പോൾ ഇയാൾക്ക് പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നതായും ഇതിനുശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ആക്ഷേപം ബോധിപ്പിക്കാൻ ചെന്നപ്പോഴാണ് മർദ്ദനമേറ്റതെന്നും പരാതിയിൽ പറയുന്നു. വയനാട് മേപ്പാടി ദുരിതബാധിതർക്കായി ഇതുവരെ 21 കോടി രൂപ നൽകിയതായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ഡിസംബർ 10 വരെയുള്ള കണക്ക് പ്രകാരം ദുരന്ത പ്രതികരണ ഫണ്ടിൽ ആകെയുള്ളത് 700 കോടിയാണ്. ഇതിൽ 638 കോടി വിതരണം ചെയ്യാനുള്ളതാണ്. പ്രകൃതി ദുരന്തത്തിൽ തകർന്ന റോഡുകൾക്ക് 152 കോടിയുടെ ഭരണ അനുമതിയും നൽകിയിട്ടുണ്ട്. 14 ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി നൽകാനുള്ള 249 കോടിയാണ്. ഇത് എയർലിഫ്റ്റിംഗ് ചാർജായി കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടത് 2021 മെയ് മാസത്തിന് മുൻപുള്ള 120 കോടി അടക്കം 132 കോടിയാണ്. മേപ്പാടിയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി നൽകാനുള്ളത് 78 കോടിയും മറ്റ് വകുപ്പുകൾക്കായി നൽകേണ്ടത് 26 കോടിയുമാണ്. ശേഷിക്കുന്നത് 61 കോടി മാത്രമാണെന്നും കത്തിൽ വിശദീകരിക്കുന്നു. ഇതിനിടെ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി മേപ്പാടിയിൽ ബോച്ചെ സൺബേൺ മ്യൂസിക്കൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കോടതി വിശദീകരണം തേടി. ഒട്ടേറെ പേരെ പങ്കെടുപ്പിച്ച് ഇത്തരമൊരു പരിപാടി നടത്തുന്നത് സുരക്ഷാ പ്രശ്നമുണ്ടാക്കുമെന്നും അമിക്കസ് ക്യൂറി ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പരിപാടിക്ക് ആരാണ് അനുമതി നൽകിയതെന്ന് കോടതി ചോദിച്ചു. ഹർജി വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.